ഹലോ, ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ സ്റ്റൗവിൽ ഒരു മൺചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം 2 തക്കാളി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മാറ്റി വെച്ച മീനും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ വേവിക്കാനായിട്ട്. ഇനി ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളകും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണ കേട്ടോ. ഇതിൽ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ കറി